aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. യെരുശലേമിൽ നിന്ന് 3 കിലോമീറ്റർ കിഴക്ക് മാറി ഒലിവ് മല സ്ഥിതി ചെയ്യുന്നു. ഒലിവ് മരങ്ങൾ ധാരാളമായും സമൃദ്ധമായും വളരുന്നതിനാലാണ് ഒലിവ് മല എന്ന പേർ ആ കുന്നുകൾക്ക് ലഭിച്ചത്. 4 കുന്നുകൾ ചേർന്ന മലയാണിത്. ഏകദേശം 800 മീറ്റർ ഉയരമാണ് ഈ മലകൾക്കുള്ളത്. യേശുവിൻ്റെ കാലത്ത് ഉണ്ടായതായി പറയപ്പെടുന്ന 8 ഒലിവ് മരങ്ങൾ ഇന്നുമുണ്ട്. ഒലിവ് മലയെക്കുറിച്ച് ധാരാളം സവിശേഷതകൾ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. 1. യേശുവിൻ്റെ പ്രാർത്ഥനാ സ്ഥലം. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. രാത്രി ഒലിവ് മലയിൽ പോയി പാർക്കും. ലൂക്കോസ് 21:37 വചനം. യേശു പകൽ വചനം ഉപദേശിക്കുകയും ശുശ്രൂഷകൾ ചെയ്യുകയും രാത്രികാലങ്ങളിൽ ഒലിവ് മലയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. രഹസ്യമായ പ്രാർത്ഥനകൾ ഉള്ളവർക്കേ പരസ്യമായി ഫലപ്രദമായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. 2. ഒലിവ് മല പ്രസംഗം. യേശുവിൻ്റെ പ്രസിദ്ധമായ ഒലിവ് മല പ്രസംഗം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രസംഗം മത്തായിയും ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. മത്തായി സുവിശേഷം 24:3. ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി രണ്ടാം വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും പുനരാഗമനത്തെക്കുറിച്ചും അനന്തര സംഭവങ്ങളെക്കുറിച്ചും യേശു വിവരിക്കുന്നത് ഒലിവ് മലയിൽ വച്ചാണ്. 3. കയ്പിൻ്റെ പാനപാത്രം ഏറ്റുവാങ്ങിയ മല. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷം 22:39-42 വചനങ്ങൾ. യേശു കഠിന വേദനകൾക്ക് വിധേയപ്പെട്ടതിന് മുൻപ് ഒലിവ് മലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി അടർന്നു വീണു. നമ്മുടെ പാപത്തിന്റെ പാനപാത്രം യേശു നമുക്കായി ഏറ്റെടുത്തു. 4. യൂദ ഒറ്റിക്കൊടുത്ത സ്ഥലം. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരുവരിൽ ഒരുവനായ യൂദ അവർക്ക് മുന്നേ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു എന്ന് ലൂക്കോസ് സുവിശേഷം 22:47 നാം വായിക്കുന്നു. എവിടെയാണോ യേശു പ്രാർത്ഥിക്കുന്നത് അവിടെ വെച്ച് തന്നെ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 5. യേശുവിനെ അറസ്റ്റ് ചെയ്ത സ്ഥലം. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചു കെട്ടി. യോഹന്നാൻ 18:12 നാം വായിക്കുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നവർക്ക് അനേകം കഷ്ടങ്ങൾ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സുവിശേഷം നിമിത്തം ഇന്നും അനേകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 6. യേശു സ്വർഗാരോഹണം ചെയ്ത മല. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള
ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-12 വചനങ്ങൾ. 7. യേശു മടങ്ങി വരുമ്പോൾ പാദം ചവിട്ടുന്ന മല. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകുമെന്ന് സെക്കറിയാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത് വചനത്തിൽ നാം വായിക്കുന്നു. ഇപ്പോൾ തന്നെ ഒലിവുമലയുടെ ഉള്ളിൽ ഒരു വിള്ളൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണോ യേശു പ്രാർത്ഥിച്ചത് അവിടെ യേശുവിന് ധാരാളം കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. കയ്പിന്റെ പാനപാത്രം കുടിക്കേണ്ടി വന്നു. യൂദായുടെ ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കലും അറസ്റ്റും യേശുവിനെ വേദനിപ്പിച്ചു. എന്നാൽ പ്രാർത്ഥനയിൽ അനേകം ദിനങ്ങൾ ചിലവിട്ട യേശു ആ മലയിൽ വെച്ച് തന്നെ മാനിക്കപ്പെട്ടു. യേശു ആ മലയിൽ വെച്ച് പരസ്യമായി സ്വർഗാരോഹണം ചെയ്തു. എവിടെയാണോ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചത് അവിടെ തന്നെ ദൈവം നമ്മെ മാനിക്കും. എവിടെയൊക്കെ അപമാനിക്കപ്പെട്ടുവോ അവിടെയൊക്കെ നാം ദൈവത്താൽ ഉയർത്തപ്പെടും. ഒലിവുമല നൽകുന്ന പാഠവും അതുതന്നെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെ ശാരോന്റെയും ശോഭയും അതിനെ കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 1-2 വചനങ്ങൾ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.